സംഖ്യയുടെ പുസ്തകം. ആമുഖം. സീനായ് മലയിൽ എത്തിയ ജനം അവിടെ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത ഭൂമിയുടെ അതിർത്തിയിൽ മോവാബ് താഴ്വരയിൽ എത്തുന്നതുവരെയുള്ള ഏകദേശം 40 വർഷത്തെ ചരിത്രമാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. ഈ കാലഘട്ടത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും ഓരോ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നുണ്ട്. ഇതിൽ നിന്നാണ് സംഖ്യ എന്ന പേർ പുസ്തകത്തിന് ലഭിച്ചത്. ഇസ്രായേൽ മക്കളിൽ യുദ്ധശേഷിയുള്ളവരെ എണ്ണിത്തിട്ടപ്പെടുത്തുകയായിരുന്നു കണക്കെടുപ്പിൻ്റെ ഉദ്ദേശം. മരുഭൂമിയിൽ കഴിച്ചുകൂട്ടിയ വർഷങ്ങളിലെ ചരിത്രം ദൈവത്തിനും മോശയ്ക്കുമെതിരെ പിറുപിറുക്കുന്ന ജനത്തിന് ശിക്ഷയിലൂടെ ദൈവം നൽകുന്ന ശിക്ഷണത്തിന് സാക്ഷ്യം നൽകുന്നു. കാദേശ് ബർണയിൽ നിന്ന് കാനാൻ ദേശം ഒറ്റുനോക്കാൻ മോശ അയച്ചവരിൽ ജോഷുവയും കാലെബും ഒഴികെ മറ്റെല്ലാവരും ഭീരുക്കളായി വർത്തിച്ചു. ശത്രുവിനെ ഭയന്ന അവർ ദൈവത്തിൻ്റെ കരുത്തുറ്റ കരത്തിൽ വിശ്വാസമർപ്പിച്ചില്ല. ജോഷുവയും കാലെബും കാനാൻ ദേശത്ത് പ്രവേശിക്കും, അവിശ്വസ്തരായവരിൽ ഒരുവൻ പോലും പ്രവേശിക്കയില്ല എന്ന് അവിടുന്ന് അറിയിച്ചു. പാരാൻ മരുഭൂമിയിൽ കാദേശ് ബർണയ വരെ എത്തിയ അവർ കാനാൻ ദേശത്ത് നേരിട്ട് പ്രവേശിക്കാതെ ചെങ്കടലിനു നേരെ മരുഭൂമിയിലേക്ക് തിരിച്ചുപോയി. മരുഭൂമിയിൽ ചുറ്റിത്തിരിഞ്ഞ് അവർ മോവാബ് താഴ്വരയിലെത്തി. കാനാൻ ദേശത്ത് പ്രവേശിക്കയില്ലെന്ന് ദൈവം പറഞ്ഞിരുന്ന തലമുറ മുഴുവൻ ഇതിനകം മരിച്ചു കഴിഞ്ഞിരുന്നു. കോറഹിൻ്റെയും അനുചരന്മാരുടെയും എതിർപ്പ്, പിത്തള സർപ്പം, ബാലാമിൻ്റെ പ്രവചനങ്ങൾ, പാറയിൽ നിന്ന് മോശ ജലം പുറപ്പെടുവിക്കുന്നത് തുടങ്ങിയ സംഭവങ്ങൾ സംഖ്യാഗ്രന്ഥത്തിൽ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നു. ചരിത്ര സംഭവങ്ങൾ വിവരിക്കുന്നതിനിടയിൽ വിവിധ നിയമങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും നൽകിയിരിക്കുന്നു.